ഹലോ, എല്ലാവർക്കും വേണ്ട സോഷ്യൽ ഫ്രീലാൻസർ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിമന്യു. ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ക്യാമറയിലെ ഷട്ടർ സ്പീഡിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് സംസാരിക്കുന്ന മുന്നേ ലെറ്റ്സ് ജംപ് ഇൻ ടു മൈ ന്യൂ ഇൻട്രോ. എൻജോയ്. Hello guys, welcome everyone to Social Freelancers. Welcome everyone to Social Freelancer. Today I'm going to talk about this topic is about my name is Abhimanyu. My name is Abhimanyu. Okay guys, I hope you enjoyed the intro. If you have any suggestions regarding that intro, just leave a comment below. In case if I have to make any improvement in that video, let me know please. എന്താണ് ഷട്ടർ സ്പീഡ്? ഷട്ടർ സ്പീഡിനെ കുറിച്ച് സംസാരിക്കുന്ന മുന്നേ ഷട്ടർ എന്താണെന്ന് ഇവിടെ സംസാരിക്കാം. എല്ലാ DSLR ക്യാമറയിലും ഷട്ടർ ഉണ്ട്. ഷട്ടർ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഇഫ് ഐ ക്ലിക്ക്ഡ് ആൻ ഇമേജ്, ദ ഷട്ടർ വിൽ ബി ഓപ്പൺ ഫോർ few seconds and after that it will be closed. In case I am using a shutter for 1/20th of the second, more light will enter through the lens and the sensor will record that light. And if I am using a shutter speed of 1/1000 of the second or 1/8000 of the second, less light will enter through the lens and the sensor will record only less light. Shutter speed will decide for how much time the light will get inside through the lens. If you want more light to enter through the camera, you can set your shutter speed 1/50, 1/40. 30 seconds is also there. After 30 seconds you can set to bulb mode. ബൾബ് മോഡ് യൂസേജ് നിങ്ങൾക്ക് 60 സെക്കൻഡ്സ് ഓർ മോർ ദാൻ 60 സെക്കൻഡ്സ് നിങ്ങൾക്ക് ഇമേജ് ക്യാപ്ചർ ചെയ്യാൻ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ലേറ്റസ്റ്റ് ക്യാമറയിലും ഷട്ടർ സ്പീഡ് നിങ്ങൾക്ക് 1/8000 വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഹൈ സ്പീഡ് ഷട്ടർ സ്പീഡ് യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി ഫോർ ക്യാപ്ചറിങ് വൈൽഡ് ലൈഫ് ഫോട്ടോസ്, സ്പോർട്സ് ഇവൻറ്റ്, ഫോർ ക്യാപ്ചറിങ് ഹൈ സ്പീഡ് കാർ, അങ്ങനത്തെ ഷോട്ടുകളൊക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് 1/8000, 1/4000 എന്നൊക്കെ യൂസ് ചെയ്യാം. സ്ലോ ഷട്ടർ സ്പീഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് സീസ്കേപ്പ് ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റാർസിൻ്റെ ഫോട്ടോ എടുക്കണം. അതുപോലെ തന്നെ ജസ്റ്റ് തിങ്ക് വൺ കാർ ഈസ് മൂവിങ് ഇൻ എ ഹൈ സ്പീഡ് ആൻഡ് യു വാണ്ട് ടു ക്യാപ്ചർ ദാറ്റ് കാർ അലോങ് വിത്ത് ദ ലൈറ്റ്. ഫോർ ദാറ്റ് ടൈപ്പ് ഓഫ് ഇമേജസ് യു ക്യാൻ യൂസ് സ്ലോ ഷട്ടർ. നിങ്ങൾ ആ സമയത്ത് സ്ലോ ഷട്ടർ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കാറും ലൈറ്റും മൂവ് ചെയ്യുന്നത് പോലെ തന്നെ ഇമേജ് ലഭിക്കുന്നതാണ്. ഒരു ഷാർപ്പ് ഇമേജ് വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട ഷട്ടർ എങ്ങനെ? Just imagine if your focal length is 50 mm. Some people are saying if your focal length is 50 mm, your shutter speed should be 1/100th of the second or 1/200th of the second. But photography is all about breaking the rules. ഇതെല്ലാം റൂൾസ് ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള കളിയാണ്. From my opinion, I am telling you 1/100 തന്നെ എടുക്കണമെന്നില്ല. 1/80ലേക്ക് കടന്നാലും കുഴപ്പമില്ല. If you can take the image very sharp by using handheld, there's no problem in going down to 1/80 or 1/60. Just remember, photography is all about breaking the rules. Don't stick to 1/200, 1/100. If you need perfect sharp image, you can go above 1/200, 1/400 like that. In case if you want to capture a car moving, but your shutter speed setting is 1/200, പക്ഷെ നിങ്ങൾക്ക് ആ ഇമേജ് ലഭിക്കുന്നത് കാർ മാത്രം അവിടെ ഫ്രീസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇമേജ്. പക്ഷെ നിങ്ങൾക്ക് ആ കാർ മൂവ് ചെയ്യുന്നു എന്ന് നമ്മളെ ഓഡിയൻസിന് കാണിക്കണമെങ്കിൽ ഷട്ടർ സ്പീഡ് ഷുഡ് ബി 1/50 1/40. അങ്ങനെ സെറ്റിംഗ് വെച്ചിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്താൽ കാർ ഫോക്കസ്ഡ് ആയിരിക്കും, കാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറി ആയിരിക്കും. അപ്പോൾ ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ കാർ മൂവ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കത് തോന്നിക്കും ആ ഫോട്ടോയിൽ കൂടെ തന്നെ. അത് 1/100 സെക്കൻഡിൽ ഷൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ എഫക്റ്റ് കിട്ടില്ല. 1/40, 1/30 അങ്ങനെ ഷൂട്ട് ചെയ്താൽ കിട്ടുന്നതാണ്. Then what I have to tell is ISO, aperture and shutter speed. These three things will decide how your image will be. And also these three things together called as exposure triangle. Remember exposure triangle. അപ്പച്ചറിനെ പറ്റിയും ISOനെ പറ്റിയും ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഷട്ടർ സ്പീഡ് മാത്രമാണ്. ഇരുട്ടുള്ള മുറിയിൽ നിന്ന് നിങ്ങൾക്കൊരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യണം. പക്ഷെ നിങ്ങളുടെ ഷട്ടർ സ്പീഡ് 1/400, 1/800 അങ്ങനത്തെ ഒരു സെറ്റിങ്ങിലാണ് ഉള്ളതെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല, നിങ്ങളുടെ ഇമേജ് അത് എന്തായാലും അണ്ടർ എക്സ്പോസ്ഡ് ആയിരിക്കും. ആ ഇമേജിൽ ഒന്നും കാണില്ല. ഇൻ ദാറ്റ് കേസ് നിങ്ങളുടെ റൂം നല്ല ഡാർക്ക് ആണെങ്കിൽ ജസ്റ്റ് പുഷ് ഡൗൺ യുവർ ഷട്ടർ സ്പീഡ് ടു 30 സെക്കൻഡ്സ്. അല്ലെങ്കിൽ ബൾബ് മോഡിലേക്ക് നിങ്ങൾക്ക് പുഷ് ചെയ്യുക. എന്നിട്ട് 60 സെക്കൻഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ 60 സെക്കൻഡ്സ് 1 മിനിറ്റ് യൂസ് ചെയ്തിട്ട് ആ ഇമേജ് ക്യാപ്ചർ ചെയ്യാം. So that you will get more light through the lens and the sensor will record the image. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. സോ റിമെമ്പർ, നൈറ്റ് ടൈമിൽ നിങ്ങൾ ഹൈ സ്പീഡ് ഷട്ടർ സ്പീഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്തെന്ന് വെച്ചാൽ മിനിമം എമൗണ്ട് ഓഫ് ലൈറ്റ് മാത്രമേ
സെൻസറിൽ റെക്കോർഡ് ആകുള്ളൂ. 1/50 1/30 നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഷട്ടർ സ്ലോ ആയിട്ടായിരിക്കും ഓപ്പണും ക്ലോസും നടക്കുക. അവിടെ ആ ടൈമിൽ പരമാവധി ലൈറ്റ് സെൻസറിലേക്ക് കയറും. ജസ്റ്റ് നോട്ട് ദാറ്റ് ഡിഫറൻസ്. ഓക്കെ ഗൈസ്, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ വീഡിയോ അബൌട്ട് ഷട്ടർ സ്പീഡ്. ഇനി അടുത്ത 2 വീഡിയോയിൽ ഞാൻ അപ്പർച്ചറിനും ISOനും പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും, നിങ്ങളിപ്പോൾ ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ, ISO ഈ 3 കാര്യം നിങ്ങൾ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഫോട്ടോഗ്രാഫ്സും പെർഫെക്റ്റ് ആയിരിക്കും. നിങ്ങൾ ഏതൊക്കെ ഷട്ടർ സ്പീഡാണ് എടുക്കുന്നത്, നിങ്ങളുടെ ഇമേജ് എക്സ്പോഷർ എല്ലാം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ടു ഷെയർ, subscribe and comment. If you have any doubts regarding the shutter speed, please do leave a comment below. I'll definitely get back to you. Cheers guys, thank you.